എം ശ്രീ വിഷയത്തിൽ സിപിഐക്ക് മുന്നിൽ മുട്ടുമടക്കി സിപിഐഎം പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് തീരുമാനം സിപിഐ ദേശീയ സെക്രട്ടറി ഡി രാജയെയും ബിനോയ് വിശ്വത്തെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം പോസിറ്റീവ് എന്നുള്ള പ്രതികരണമാണ് കെ പ്രകാശ് ബാബു നടത്തിയത്. സിപിഐ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മന്ത്രിസഭായോഗം വൈകിട്ട് 3:30 സിപിഐ മന്ത്രിമാർ യോഗത്തിന് എത്തും എന്ന് തന്നെയാണ് ഈ നിമിഷത്തെ വിവരം. 2 മണിക്ക് മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള പിന്മാറ്റം മന്ത്രി വിശദീകരിക്കുക എന്ന പ്രധാനമാണ്. റഹീസ് റഷീദ്, ടി വി പ്രസാദ്, ആർ ഋഷിപാൽ, നോബിൾ മാരിക്കാരൻ എന്നിവർ വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ സിപിഐ അവൈലബിൾ സെക്രട്ടറി ചേരുകയാണല്ലോ. അതിൽ സിപിഎം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന തീരുമാനം അതിൽ തൃപ്തി രേഖപ്പെടുത്തുകയല്ലേ? അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിന് അയക്കുന്ന കത്ത് അത് പുറത്തുവിടണമെന്ന ആവശ്യം കൂടിയാകുമോ സിപിഎം മുന്നോട്ട് വയ്ക്കുക? ഇപ്പോൾ ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റിന് ശേഷം പൂർണ്ണമായ സെക്രട്ടേറിയറ്റും ഇപ്പോൾ ചേരാനിരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കുമോ സിപിഐ മാധ്യമങ്ങളെ കാണുക? മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കില്ലേ സിപിഐ? സ്മൃതി, അവൈലബിൾ സെക്രട്ടേറിയറ്റ് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില മന്ത്രിമാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കരുതുന്നു. 1 മണിക്കാണ് സിപിഐ ഔദ്യോഗികമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. തലസ്ഥാനത്തുള്ളവരോട് MN സ്മാരകത്തിലെത്താനും അല്ലാത്തവരോട് ഓൺലൈനിൽ കയറാനുമുള്ള നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട്. 11 പേരാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉള്ളത്. അതിൽ 7ഓളം പേർ MN സ്മാരകത്തിൽ തന്നെ രാവിലെ ഉണ്ടായിരുന്നു, പല സമയങ്ങളിലായി ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഓൺലൈനായിട്ടാണ് ചേരുക. CPIM-ന്റെ നിർദ്ദേശം CPI-യുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തു. നിലവിൽ ഉള്ള തീരുമാനം CPIM പറഞ്ഞ ഈ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനുള്ള തീരുമാനത്തെ പോസിറ്റീവായാണ് CPI നേതൃത്വം കാണുന്നത്. അതായത് മന്ത്രിമാരെ 3:30 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് CPI എത്തിയിട്ടുണ്ട്. 1 മണിക്ക് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരിക്കും അത് അന്തിമമായി തീരുമാനമെടുക്കുക. 1 മണിക്ക് ചേർന്ന സെക്രട്ടേറിയറ്റിന് ശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. CPI നേതൃത്വം ബിനോയ് വിശ്വത്തോട് സംസാരിച്ചത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. MA ബേബി പറഞ്ഞ ഒരു കാര്യം, മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്കും CPI പോകരുത് എന്ന് ആഗ്രഹിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം തന്നെ നഷ്ടമായി എന്നതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. നിലവിൽ PM ശ്രീ കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനം രാവിലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും LDF കൺവീനറും ചേർന്ന് ഇരുന്ന് നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുണ്ട്. അതിൽ നിങ്ങൾ അംഗീകരിക്കണം. പിന്നീട് ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ നമുക്ക് തുടർ ചർച്ചകൾ നടത്താം. ആ തുടർ ചർച്ചകളിൽ CPI കൂടി കരുതുന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കാമെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം. അതായത് CPI ഉന്നയിക്കുന്ന 2 വിഷയങ്ങളാണുള്ളത്. ഒന്ന്, PM ശ്രീ കരാറിൽ ഒപ്പിടുന്നതോടുകൂടി ഏതാണ്ട് 150-ലധികം സ്കൂളുകളിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ പോലും മുഴുവൻ സ്കൂളുകളിലും, കേരളത്തിലെ മുഴുവൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലും PM ശ്രീ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, കരിക്കുലം വരും. അവർ നിശ്ചയിക്കുന്ന പുസ്തകം പഠിപ്പിക്കേണ്ട സാഹചര്യം വരും. അതല്ലാതെ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. അതുകൊണ്ട് ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാനം ആഗ്രഹിക്കുന്ന തരത്തിൽ SCERTക്ക് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ തീരുമാനത്തിൽ സംസ്ഥാനത്തുണ്ടായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്രവുമായി ചർച്ചകൾ നടത്താം. 1. 2, ഈ സ്കൂളുകളുടെ മുമ്പിൽ ഏതാണ്ട് 150ഓളം സ്കൂളുകൾ മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ വരിക. ആ സ്കൂളുകൾക്ക് മുമ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച PM ശ്രീ സ്കൂൾ എന്ന് ബോർഡ് വെക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാം. ഈ 2 കാര്യത്തിലും കേന്ദ്രം അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും CPIക്ക് ഈ പദ്ധതിയെ എതിർക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഈ പദ്ധതിയുമായി മുന്നോട്ട് എന്നതാണ് MA ബേബി കൊടുത്ത കമ്മ്യൂണിക്കേഷൻ. അതിൽ CPI അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് ചുരുക്കത്തിൽ ഈ 2 കാര്യങ്ങളും, കാരണം
ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് തന്നെ RSS നിർദ്ദേശപ്രകാരമാണ്. അവർക്ക് സംസ്ഥാനത്തെ കരിക്കുലത്തിൽ സിലബസിൽ RSS സംഘപരിവാർ അജണ്ടകൾ കുത്തിത്തിരുകി അത് പഠിപ്പിക്കുക എന്നതായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലക്ഷ്യം തന്നെ. ആ ലക്ഷ്യം അട്ടിമറിച്ച് അതിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് സംസ്ഥാനം ഇത് പഠിപ്പിച്ചോ അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാക്കിയോ എന്നൊരു തീരുമാനം എടുക്കാൻ കേന്ദ്രം സമ്മതിക്കില്ല എന്നതാണ് CPI നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം മരവിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം PM ശ്രീ പദ്ധതിയിൽ നിന്ന് തന്നെ പൂർണ്ണമായും തൊട്ട് അടുത്ത മാസങ്ങളിൽ പൂർണ്ണമായും തന്നെ കേരളം പിന്നോട്ട് പോകും എന്നതാണ് ഇപ്പോഴെടുത്ത തീരുമാനത്തിൻ്റെ അർത്ഥം. ഫലത്തിൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നതാണ് CPI നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവായി കാണുന്നത്. 1 മണിക്ക് സെക്രട്ടേറിയറ്റ് ചേരും. സെക്രട്ടറിന് ശേഷം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. മറ്റ് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു. കേന്ദ്രത്തിന് കത്ത് കൊടുക്കണം. കൊടുക്കുന്നതിന് പകർപ്പ് മാധ്യമങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ സമവായത്തിൽ ഒരു LDF യോഗം കൂടി ചേരാനിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട്.